ഹസ്ബൻഡ് താത്തയും സെറീന താത്തയും എല്ലാവരും കൂടെ ഗ്രൂപ്പുണ്ട്. ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ്. ലാസ്റ്റ് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. എല്ലാവരും റെഡിയായി. ഏകദേശം സമയം 11:30 ആയി. നമ്മൾ നിൽക്കുന്നത് ഭയങ്കര സീനിക് സൂപ്പർ ഒരു സ്ഥലത്താണ്. ഇവിടെ ആക്ച്വലി ദിസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ഊട്ടി. ഇവിടെ ക്യാരറ്റ് ഫാമാണ് ഇത് മൊത്തം. ആ ദൂരെ കാണുന്ന ക്യാരറ്റ് ഫാമില്ല, അവിടെയാണ് പോയിട്ട് ഞങ്ങൾ ക്യാരറ്റൊക്കെ വാങ്ങിച്ചത്. തൊട്ടപ്പെട്ട പീക്കിൻ്റെ ജെൻസി ഗ്യാങ്ങെല്ലാം കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറെ സൈഡിൽ പോയിട്ടുണ്ട്. ജെൻസീസ് എന്താ ട്രെയിൻ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. ആണോ വന്നിട്ട് ചെറിയ ഗെയിം ഏതാ ലൗഡയിലേക്ക് കെട്ടിൻ്റെ ഇടയിലുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ടണലിൻ്റെ അവിടെ വന്നതാണ്. ആക്ച്വലി ഇപ്പോൾ ടണലിലേക്ക് ആക്സസ് ഇല്ല. ഞാൻ പണ്ട് പോയിട്ടുണ്ട്, ഞാൻ മക്കളൊക്കെ പോയിട്ടുണ്ട്, ഞാൻ സായതൊക്കെ ഒരുപാട് പോയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു പുൽമേടുണ്ട്, വലിയ യൂക്കാലി മരങ്ങളൊക്കെ ഉള്ള. നമ്മുടെ ചെയ്യ സോങ് ഷൂട്ട് ചെയ്തില്ലേ മലൈക്ക റോഡയുടെ ആ സ്ഥലമാണിത്. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ടീം നല്ലൊരു ഫാമിലി തന്നെയാണ്, ഉമ്മയുടെ ഫാമിലി. ഞങ്ങൾ ഇവിടെ കുറച്ച് ഗെയിമൊക്കെ ആയിട്ട് അടിപൊളിയാക്കാണ്. ഹായ് പറഞ്ഞു
ഇങ്ങോട്ട് വരി എല്ലാ വീഡിയോ എടുക്കാനല്ലേ. 200 ടിക്കറ്റിനാണ് കൊടുത്തു. പോണ്ടേ തിരിച്ചു പോണ്ടേ? പാക്ക് തണുക്കുണ്ടല്ലോ നല്ലോണം. താത്തിരി പന്ത ഇതങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. എങ്ങനെയുണ്ട് ഊട്ടി ഇപ്പ? ഊട്ടി സൂപ്പർ. ഊട്ടിനെ പറ്റിയ 2 ഗുണങ്ങൾ പറയും. പിന്നോ ക്ലീന് പോരാ. നിങ്ങൾ എത്ര കൊല്ലത്തിന് ശേഷം വരുന്ന ഊട്ടിയില്? 10 എന്റെ കല്യാണത്തിന് ശേഷം നിങ്ങൾ വന്നിക്കണോ? 10 രൂപ ഉണ്ടാവുന്നൊക്കെ തോന്നുന്നു. 20 ആ അങ്ങോട്ട് വരട്ടെ, കുട്ടി ഇങ്ങോട്ട് വരട്ടെ. ആ ബിലാൽ ഇങ്ങോട്ട് വരട്ടെ. ബിലാൽ ഇങ്ങോട്ട് വാ. ഊട്ടിയിൽ വരുമ്പോൾ നമ്മൾ ഊട്ടിയിൽ എത്തുന്ന മുന്നേ ഗുഡല്ലൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ നല്ലൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. 20 റുപ്പീസ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വിശാലമായിട്ട് ഫോട്ടോ എടുക്കാം. നമ്മൾ വേറെ ആരുടെയും പറമ്പിൽ അതിക്രമിച്ച് കയറി അവരുടെ തെറിയൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗുഡല്ലൂരിൽ നിന്ന് വരുന്ന വഴിയിൽ ഒരുപാട് ടീ എസ്റ്റേറ്റ് കാണുമെങ്കിലും പലയിടത്തും നമുക്ക് കയറണം തോന്നും, പക്ഷേ ചീത്തയൊക്കെ കേൾക്കും. പക്ഷെ ഇവിടെ ഓൾറെഡി പെർമിറ്റഡ് ആയതുകൊണ്ടും എന്താ പറയുക, നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാനുള്ള പ്രൊവിഷൻ ഉള്ളതുകൊണ്ടും വളരെ സമാധാനപരമായി കാണാവുന്നതാണ്. ഇതാ ഞങ്ങളുടെ ഫുൾ ഫാമിലി ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ? ഹായ് പറ. അതിമനോഹരമായ ഒരു ടീ എസ്റ്റേറ്റ്. എന്നാ അങ്ങോട്ട് കയറിക്കോ, ഇങ്ങോട്ട് ഉള്ളിൽ കയറിക്കോ. മാറ്റത്ത് കാണുമ്പോണ ഉണങ്ങിയ മരം അങ്ങോട്ട്. ഡ്രസ്സെല്ലാം കയറിപ്പോ. തണുപ്പ് സഹിക്കാൻ വയ്യ. അല്ല നല്ല കോട വരുന്നുണ്ട്. 6 മണിയായില്ലേ? എങ്ങനെയുണ്ട് കുഞ്ഞാമ്മ നമ്മളെ ഊട്ടി ട്രിപ്പ്? അടിപൊളി, സൂപ്പർ. എന്താണ് വരാത്തവരോട് പറയാനുള്ളത്? അനുഭവം. ജല്ലാക്ക സെമീറോടൊക്കെ എന്താ പറയാനുള്ളത്? അവർക്ക് വന്നില്ല, അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാ എല്ലാവർക്കും കൂടി വരണം. ഒരു വർഷം കൂടി കഴിയട്ടെ, ആയിഷക്കുട്ടി പറഞ്ഞിരുന്നു. അതെ അതെ. ശരി, എങ്ങനെയുണ്ട് നമ്മളെ ടൂർ? അടിപൊളി, നല്ലൊരു തേയിലത്തോട്ടത്തിലാണ് നിൽക്കുന്ന മക്കളെ. തേയിലത്തോട്ടത്തിൽ വന്ന് അനുഭവം സിലുവിന്റെ കാരണം ഉണ്ടായി. നല്ല അനുഭവം. ഈ അമ്മയെ കൂടെ എത്ര കാലം നിർത്ത ചാറ്റ കാണിക്കേ. റെഡി? അല്ലെങ്കിൽ മറ്റേ സാധനമാക്കി പോയിക്കോ. ഇങ്ങനാക്കി പോയിക്കോ. പെർഫെക്റ്റ്. അങ്ങനെ മറ്റേ
എങ്ങനെയുണ്ട് മേലായി കുടുംബ ടൂർ? പൈസ വസൂൽ എങ്ങനെയുണ്ട് നമ്മളുടെ ട്രിപ്പ്? അടുത്ത ട്രിപ്പ് ഉടൻ തന്നെ പോകണം. ഓണത്തിനല്ല പോണേ, അടുത്ത ഓണത്തിന് നമ്മൾ പോകുന്നതാണ്. ഇവിടേക്ക് ഗൾഫിലുള്ളവരൊക്കെ വരിക. എവിടെയാണ്? കന്യാകുമാരി അല്ലേ? യെസ്. അടിപൊളി കളറാക്കി. അടിപൊളി. തിരിച്ചിറങ്ങാനായപ്പോഴേക്കും ഫുൾ കോടയൊക്കെ മൂടി. യഥാർത്ഥ ഊട്ടി, നമ്മൾ ഡിസംബറിൽ വന്നാൽ എങ്ങനെയാണോ ഊട്ടി ഉണ്ടാവുക ആ ഒരു വൈബിലേക്ക് വന്നു നമ്മുടെ ടീം മൊത്തം. When I wake and the sun is coming through, oh, you fill my lungs with sweetness.